രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ പദവിയിൽ നിന്ന് 5 വർഷം കൊണ്ട് രാജ്യത്തെ ഏറ്റവും മോശം മേയർ എന്ന പദവിയിലേക്കാണ് ആര്യ രാജേന്ദ്രൻ നടന്നു കയറിയത്. തലസ്ഥാനത്തെ ഭരണം ലക്ഷ്യമിട്ട് കഴിഞ്ഞ 10 കൊല്ലമായി BJP നടത്തിയ ശ്രമങ്ങൾ അർത്ഥവത്തായത് ആര്യയുടെ വരവോടെയാണ്. ഇതിന്റെ ബാക്കിപത്രമായി എളുപ്പത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്തു. സദ്ഭരണം കാഴ്ചവെച്ചുവെന്നും തലസ്ഥാനം ഇടതുപക്ഷം നിലനിർത്തുമെന്നുമൊക്കെ ആര്യ തിരഞ്ഞെടുപ്പിന് മുൻപ് അവകാശപ്പെട്ടിരുന്നു. ഇതിനു പുറമെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റും ആര്യ ലക്ഷ്യം വെച്ചിരുന്നു. എന്നാൽ ഇന്ന് എന്താണ് സ്ഥിതി? തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു കോണിലും ആര്യ എന്ന പേര് ഉയർന്നു കേൾക്കുന്നില്ല. പൂർണ്ണമായും ആര്യ രാജേന്ദ്രനെ മാറ്റി നിർത്തിയാണ് CPM നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കുന്നത്. കയ്യിലുള്ള വോട്ട് കൂടി കളഞ്ഞു കുളിക്കരുതെന്നും പ്രചരണത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും CPM മുന്നറിയിപ്പ് നൽകിയോ എന്ന് വ്യക്തമല്ല. ആര്യ രാജേന്ദ്രൻ പ്രചരണ ഗോതയിൽ ഇല്ല എന്നത് വ്യക്തമാണ്. ആര്യക്കൊപ്പം ചേർത്തു വെക്കേണ്ട മറ്റൊരു പേരുണ്ട്. തലസ്ഥാനത്തെ മുട്ടട വാർഡിൽ നിന്ന് വിജയിച്ചു കയറിയ കോൺഗ്രസ് യുവ നേതാവ് വൈഷ്ണ സുരേഷ്. വൈഷ്ണവിയെ മത്സരിപ്പിക്കാതിരിക്കാൻ നടത്തിയ ചതിക്കളികൾക്ക് നേതൃത്വം നൽകിയത് ആര്യ രാജേന്ദ്രനാണെന്ന് അന്ന് K മുരളീധരനടക്കം ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ ആര്യയുടെ അടവുകൾ ഹൈക്കോടതിയിൽ ഏറ്റില്ല. ഇന്ന് വൈഷ്ണ മുട്ടട വാർഡിലെ ജനകീയ മെമ്പർ മാത്രമല്ല, ജില്ലയിലെ കോൺഗ്രസിന്റെ തിളക്കമാർന്ന യുവ നേതാവ് കൂടിയാണ് വൈഷ്ണ ഇന്ന് പാർട്ടിയിൽ നിൽക്കുമ്പോൾ പാരവയ്ക്കാൻ ഇറങ്ങിയ ആര്യ രാജേന്ദ്രൻ CPM-ൽ നിന്ന് പോലും മാറി നിൽക്കുകയാണ്. ഒരു വനിതാ നേതാവിന്റെ ഉദയവും മറ്റൊരു വനിതാ നേതാവിന്റെ അസ്തമയത്തിനു കൂടിയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കുന്നത്. ആര്യയുടെ ഭരണ മികവ് ഒന്നുകൊണ്ട് മാത്രമാണ് അവിടെ NDAക്ക് ഭരണം കിട്ടാനുള്ള സാഹചര്യമുണ്ടായത്. CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ആര്യക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ആര്യയുടെ അഹംഭാവമാണ് അവിടെ വലിയ തോൽവിയിലേക്ക് നയിച്ച ഘടകമെന്ന് CPM ചൂണ്ടിക്കാട്ടിയിരുന്നു. രാജ്യത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന പ്രൗഢിയോടെയാണ് ആര്യ രാജേന്ദ്രനെ CPM തിരുവനന്തപുരം പട്ടണത്തിന്റെ മേയറാക്കിയത്. എന്നാൽ തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും തോൽവിയായ ഒരു മേയർ ഉണ്ടായിട്ടില്ലെന്ന് പ്രതിപക്ഷം അടക്കം ആരോപിക്കുമ്പോൾ ഭരണപക്ഷത്തിലെ നേതാക്കന്മാരും ഇപ്പോൾ അത് തുറന്ന് സമ്മതിക്കും. ഭരണകക്ഷിക്ക് പോലും അപ്രിയമാകുന്ന നടപടികൾ തിരുവനന്തപുരത്ത് നടപ്പിലാക്കുന്ന മേയർ എന്നും CPM-ന് തലവേദനയായിരുന്നു. ഭരിച്ച 5 വർഷം കൊണ്ട് ചുറ്റുമുള്ളവരെ മുഴുവൻ വെറുപ്പിക്കാൻ സാധിച്ചെങ്കിൽ എത്രമാത്രം പരാജയമാണ് മേയർ എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. കഴിഞ്ഞ കാലങ്ങളിൽ അഴിമതി ആരോപണങ്ങളുടെ ഘോഷയാത്ര തന്നെ ഉണ്ടായി കഴിഞ്ഞു. യുവ മേയറാണ് ഉണ്ടായതെങ്കിലും വേണ്ട വിധത്തിൽ ശോഭിക്കാൻ അവർക്ക് സാധിക്കാതെയും പോയെന്ന ആക്ഷേപം CPM-നുള്ളിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ചില കേസുകളും മറ്റുമായി ആര്യ അകത്താകുന്ന സാഹചര്യം പോലും നിലവിലുണ്ട്. നേരത്തെ പല ആവർത്തി CPM-നെ മേയർ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളതാണ്. മുതിർന്ന CPM നേതാക്കളോട് പോലും നിഷേധാത്മക സമീപനമാണ് സ്വീകരിക്കുന്നതെന്നുമുള്ള വിഷയത്തിൽ പാർട്ടിയിൽ വലിയ ചർച്ചയ്ക്കും കാരണമായിട്ടുണ്ട്. സ്വന്തം തീരുമാനങ്ങളെ പാർട്ടി തീരുമാനമെന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്ന രീതി മേയർക്കുണ്ടെന്നുള്ള ആക്ഷേപങ്ങളും പാർട്ടിക്കുള്ളിൽ ഉയരുന്നുണ്ട്. മുൻ മേയറായിരുന്ന പ്രൊഫസർ ചന്ദ്ര ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പേരാണ് ആദ്യം മേയർ സ്ഥാനത്തേക്ക് ഉയർന്നു വന്നതെങ്കിലും ഒടുവിൽ നറുക്ക് ആര്യ രാജേന്ദ്രന് വീഴുകയായിരുന്നു. പുതുമുഖങ്ങളെയും യുവരക്തങ്ങളെയും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരിക എന്ന പാർട്ടി നിലപാടാണ് അന്ന് ആര്യ രാജേന്ദ്രന് തുണയായത്. എന്നാൽ ആര്യ രാജേന്ദ്രൻ അധികാരമേറ്റയുടൻ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള വലിയൊരു വിഭാഗം എതിർപ്പുകളും ഉയർത്തിയിരുന്നു. സീനിയോറിറ്റി മറികടന്ന് ആര്യയെ പോലുള്ള ഒരാൾക്ക് സംസ്ഥാനത്തെ തന്ത്രപ്രധാനമായ സ്ഥാനം നൽകിയതിനെതിരെയാണ് എതിർപ്പുകൾ ഉയർന്നത്. എന്നാൽ പാർട്ടി കമ്മിറ്റികളിലോ മറ്റും വേദികളിലോ എതിർപ്പുന്നയിക്കാൻ ആരും തയ്യാറായതുമില്ല. നഗരസഭയിലെ കത്ത് വിവാദവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന്റെ ഭാഗമായി മേയർ ആര്യ രാജേന്ദ്രന്റെ ഓഫീസിലെ 5 കമ്പ്യൂട്ടറുകൾ ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തതോടെയാണ് മേയറുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ CPM തീരുമാനിച്ചത്. എന്നാൽ പിന്നീട് തീരുമാനം മാറ്റുകയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി കൂടി ലഭിച്ചതോടെ ഇനി അടുപ്പിക്കേണ്ട എന്ന തീരുമാനമാണ് CPM നേതാക്കളിൽ നിന്നുണ്ടായിരിക്കുന്നത്.